സ്ത്രീ സാന്നിധ്യം കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ, ഡയറക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ, ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് സാന്ദ്രയ്ക്ക് തോന്നിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ തന്നെയും പൊതുവെ സ്ത്രീകൾ കുറവായിട്ട് കാണുന്നത്? ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് നിൽക്കാനായിട്ട്. ഭയങ്കര എന്താ വിമൻ ഫ്രണ്ട്ലി ഇൻഡസ്ട്രിയാന്നൊക്കെ പുറമേ പറയെങ്കിലും ഒന്ന് വന്ന് നോക്കാം പറയാന്ന്. ഒട്ടുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ പീഡിപ്പിക്കും എന്നുള്ളതല്ല, മെന്റൽ ടോർച്ചറാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ തകർത്ത് കളയും, മാനസികമായി തകർക്കുക എന്ന് പറയില്ലേ. അതിപ്പോൾ ഒരു പ്രൊഡ്യൂസറായ ഏറ്റവും പവർ പൊസിഷനിലിരിക്കുന്ന എന്നെ, പ്രൊഡ്യൂസർ സ്റ്റേറ്റസ് ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മെന്റലി തകർക്കുക എന്നുള്ള രീതിയിലാണ് അപ്രോച്ച്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇപ്പം തന്നെ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കത്തില്ല, ഒരു സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കത്തില്ല, കറക്റ്റ് ഷോ ടൈമിങ്സ് തരില്ല. ബാക്കിയുള്ള പടങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ ഷോസ് കിടക്കുന്നു, നൈറ്റ് ഷോസ് കിടക്കുന്നു. നമ്മുടെ ഒരു ഫാമിലി പടമായിട്ട് കൂടി 10 മണി 11 മണി 12 മണിയാണ് ഷോ ടൈമിങ്സ്. ഫസ്റ്റ് വീക്കിലെ കാര്യമായി പറയണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞത്തേക്ക് ഷോ ഇല്ല, പിന്നെ രാത്രി 11:30 ഷോ ഇടുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, എങ്ങനെ ഫാമിലി കയറും? അത് കയറരുത് എന്നുള്ള ഒരു അജണ്ട അതിന്റെ പുറകിലുണ്ട്. ഫാമിലി കയറരുത്, അതായത് ഒരു 4 മണിക്ക് ശേഷം ഷോ ഇല്ല. 13 വർഷമായ ലീഡിംഗ് പ്രൊഡ്യൂസറായ സാന്ദ്രയുടെ അവസ്ഥയാണ്. ഒരു കാര്യമില്ല എന്നുള്ളതാണ്, ഒരു കാര്യമില്ല. നമുക്കിവരോട് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. മെന്റൽ സ്ട്രഗിൾ ഭയങ്കരമാണ്. പലപ്പോഴും ഞാൻ ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് ഡൗൺ ആയി. എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഷൈൻ പറഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞ്. ഈ സ്ഥിതിയാണ് എൻ്റെ, മനസ്സിലായി. അപ്പൊ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം ആലോചിച്ച് നോക്കി. അതെ, നമ്മളൊരു കംപ്ലൈന്റുമായിട്ട് ചെന്നാലുള്ള ഒരു അവസ്ഥ അതാണ്. ഒരു രക്ഷയുമില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് ഒരു സ്ത്രീ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഒരാളും ഇല്ല. അത് പോട്ടെ, അത് വേണ്ട. എനിക്ക് സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക പരിഗണന വേണമെന്നൊന്നും ഞാൻ എവിടെയും പറയുന്നില്ല. ഞാൻ നിൽക്കുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ആണുങ്ങളെയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമുക്ക് അർഹിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. ഇല്ല, അത് കുഴപ്പമില്ല. അല്ല, ഞാനത് പറയുമ്പം ഇമോഷണൽ ആവുന്നേ ഉള്ളൂ. അത് ബിക്കോസ് അത്രയും മെന്റൽ സ്ട്രഗിൾ ആണ് ഇത് ചെയ്യുമ്പോഴേ. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടോ, ഞാൻ ഇവിടുന്ന് ഓടി അങ്ങോട്ട് പോകണം, അവിടുന്ന് അതിൻ്റെ ഇടയിൽ തിയേറ്റർ ബ്ലോക്ക് ചെയ്യണം. ഓരോ സമയത്തും നമ്മൾ ഈ മാർക്കറ്റിംഗ് രീതികൾ മാറി മാറി വരികയാണ്. ഓരോ മാസത്തിലും മാർക്കറ്റിംഗ് രീതികൾ മാറുകയാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ഇതിനൊപ്പം നിൽക്കണ്ടേ? പടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ലിറ്റിൽ ഹേർട്സ് കുറച്ച് നീണ്ടും പോയില്ലേ സമയപരിധി. 72 ദിവസത്തോളം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് എല്ലാം ഭയങ്കരമായിട്ട് കൂടി. അപ്പം അപ്പോഴും ഈ ഷൂട്ട് നടക്കുമ്പോൾ ഇതാ പറഞ്ഞ, അതൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഒരു പരിധി വിട്ട് ആരോടും ഒരു കാര്യം പറയാനോ ഇതോ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ പോലും ചിലർ ഇഗ്നോർ ചെയ്യാണ്. എന്തിന് ഞാൻ അവൾക്ക് ഇത് ചെയ്തു കൊടുക്കണം എന്നൊരു തോന്നലാണ്. നമുക്ക് മനസ്സിലാവും, അവരുടെ പെരുമാറ്റത്തിൽ മനസ്സിലാവും. ഈ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു, അപ്പൊ ആ തീരുമാനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മളിലേക്ക് തന്നെ വരില്ലേ? അതെ. അപ്പൊ ആ ഒരു പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലേ, ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഇപ്പൊ രാവിലെ ആകുമ്പോൾ ബാബുചേട്ടൻ വിളിക്കും, നടയടിയാ, പോസ്റ്റ് പാടില്ലല്ലോ, ഇതെവിടെ എന്ന് പറഞ്ഞോണ്ട് ബാബുചേട്ടൻ വിളിക്കും. അത് കഴിയുമ്പോഴേക്കും തിയേറ്ററുകാർ വിളിക്കും. അത് കഴിയുമ്പോഴേക്കും മാർക്കറ്റിങ്ങിന്റെ ആൾക്കാർ വിളിക്കും. 4 സൈഡിൽ. അതാണ് ഞാൻ പറഞ്ഞേ, ഞാൻ ആർക്കാ ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല, എത്ര മണിക്കാന്ന് ഓർമ്മയില്ല. ശരിയാണ് കേട്ടോ. കാരണം എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പം പ്രൊഡ്യൂസർ, ആക്ടർ ആരെ വിളിച്ചാലും മിക്കവാറും പേര് ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് കൂടുതൽ പേരും ശ്രമിക്കുക. വളരെ ഇതായിട്ട് ഞാൻ 2ാമത്തെ പ്രാവശ്യം
ഫോൺ വിളിക്കുന്നത്, ഓക്കെ ഞാൻ തരാം, ആയിക്കോട്ടെ തേഴ്സ്ഡേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആൾ ഞാനിന്ന് വിളിക്കുമ്പോൾ അയ്യോ ഏതായിരുന്നു, കാരണം അത്രയും തിരക്കിലാണ്. ഞാൻ വരുമ്പോൾ അടുത്തടുത്തേക്ക് പോകാനുള്ള തിരക്കിലാണ്, അത്രയും എഫേർട്ട് ഇടുകയാണ്. അതിന്റെ കൂടെ പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ടുള്ള അതിന്റെ പാട്. അപ്പം പിള്ളേരുടെ സ്റ്റേഷനറി ഐറ്റംസിലെല്ലാം ലേബൽ ഒട്ടിക്കണം, അത് ചെയ്യണം, രണ്ടുപേരും രണ്ടായിട്ട് ഇത് ചെയ്യണം. അത് രാവിലെ 7 മണിക്ക് മുമ്പ് അവരെ വിടണം, ഫുഡ് കൊടുത്തു വിടണം. ആ ടെൻഷൻ വേറെ. ഇതെല്ലാം കൂടെ ഞാൻ എന്റെ കിളി പോയ അവസ്ഥയല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രേക്ക് ഡൗൺ ആകുന്നു എന്ന് പറയുമ്പോൾ സാന്ദ്ര സ്വയം കയറണം, അത് ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടാവണ്ടേ? സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലും ഇതൊന്നും ഞാൻ എടുക്കുന്ന പ്രഷറിൻ്റെ എങ്ങും എത്തുന്നില്ല. അവരൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മതി. കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കല്ലേ, എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം, എല്ലാവരോടും ആൻസറബിൾ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു പ്രഷറാണ് എനിക്കത്. എല്ലാവരും കൂടെ നിന്നിട്ട് എന്ത് പറ്റി, അല്ലെങ്കിൽ എന്താണ്, അയ്യോ എന്താ പോസ്റ്റർ ഒട്ടിക്കാതെ, അല്ലെ പോസ്റ്റർ കാണുന്നില്ലല്ലോ, അപ്പം കാണുന്നില്ലല്ലോ എന്ന് പറയാനേ അവർക്ക് പറ്റുള്ളൂ. ഇത് ചെയ്യിപ്പിക്കാൻ എനിക്കേ പറ്റുള്ളൂ. ചില വിട്ടുകൊടുക്കലുകളെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ വിട്ടുകൊടുക്കലുകളിൽ നമുക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ട്രസ്റ്റും സൗഹൃദവും ഒക്കെ നഷ്ടപ്പെടുകയാണ് അല്ലേ? അപ്പം നമുക്ക് എല്ലാവരും പിന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം നമ്മൾ ചിലർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാൻ പേടിക്കുമല്ലോ. എനിക്ക് ആ പേടിയില്ല. അങ്ങനെ നമ്മളെന്തിനാ ഒരാളുടെ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് ലോകത്തിലുള്ള എല്ലാവരെയും നമ്മൾ ഡിസ്ട്രസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് അവരുടെ സ്വഭാവം അവർ നമുക്ക് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്തു മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരോടും നമ്മൾ വിശ്വാസക്കുറവ് കാണിക്കേണ്ട കാര്യമില്ല. സൗഹൃദങ്ങളെ കുറിച്ച് സാന്ദ്ര തോമസിന്റെ ഡെഫിനേഷൻ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? എനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങളില്ല. അതിന്റെ കാരണം ഞാൻ ഈ പറയുന്നത് പോലെ കുറച്ച് ഇൻഡിപെൻഡൻറ്റും കുറച്ച് ബോസിയും കുറച്ച് എന്താ പറയുക കുറച്ച് സ്ട്രോങ് വുമൺ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്സ്, എന്നാൽ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കോളേജ് സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സാണ്, എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷേ ഞാൻ അവർ സംസാരിക്കുന്ന ടോപ്പിക് ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതിലൊക്കെ പിന്നെ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്നത് എന്നേക്കാൾ 10-20 വയസ്സ് പ്രായം കൂടുതലുള്ള ആളുകളെയും അവരുടെ എന്താ പറയുക അങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് ഇവരുടെ അടുത്ത് വന്ന് എനിക്ക് കുഞ്ഞിനെ പോലെ സംസാരിക്കാൻ പറ്റില്ല, അല്ലെ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ പലപ്പോഴും ഇപ്പോൾ അവർ പുതിയ ഇറങ്ങിയ ഓരോ സാധനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇത് പറയുമ്പോഴൊക്കെ എനിക്കതൊന്നും പറയാനില്ല, വേവ് ലെങ്ത് കിട്ടില്ല. എനിക്ക് കൂടുതലും ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് അപ്പൊ എനിക്ക് കൂടുതലും ആണുങ്ങളോടാണ് കൂടുതലും സംസാരിക്കാൻ എനിക്ക് വൈബ് കിട്ടുന്നത്. സ്ത്രീകളെ ഡീൽ ചെയ്യുന്ന സ്ഥലത്തും കൂടുതൽ അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ ആണ്. അതുകൊണ്ടും പിന്നെ എപ്പോഴും ഇപ്പൊ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇതിലുള്ള സ്ത്രീകളോട് ഞാൻ വളരെ കുറവാ സംസാരിക്കുമ്പോൾ അവരെന്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും. ഞാൻ ആണുങ്ങളുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാര്യം എന്റെ ടോപ്പിക്സ് മുഴുവൻ അതാ, ഒന്നില്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെയുള്ള. നമുക്കത് വേണം. നമുക്ക് അടുത്ത ബിസിനസ് ചെയ്യാൻ അല്ല അടുത്തൊരു സ്ഥലത്ത് പോയിരുന്ന് വർത്താനം പറയണമെങ്കിൽ ഇൻഫർമേഷൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട്ഷിപ്സ് എനിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും വീട്ടിൽ 2 ചെറിയ സ്ത്രീകളെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തങ്കക്കുൽസുകൾ അമ്മയുടെ ഈ തിരക്കുമായിട്ട്? എനിക്ക് തോന്നുന്നു സാന്ദ്ര അവരുടെ വരവിന് ശേഷം ചെയ്ത 2ാമത്തെ സിനിമയാണ് ഇതല്ലേ? അപ്പം എങ്ങനെയാണ് ഈ തിരക്കുകളുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാരണം അവരെ വളരെ എപ്പോഴും സാന്ദ്രയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ചിലപ്പോൾ എനിക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല കുട്ടികളെ ഇത്ര ഫ്രീഡത്തിൽ വളർത്താനായിട്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ തിരക്കുകൾ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ കാര്യത്തിൽ ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാൻ സൂപ്പർ മദറാന്നുള്ളതാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വീണാലോ അല്ലെ ഇത് ചെയ്യാലോ ഒന്നും എനിക്കൊരു ടെൻഷനും ഇല്ല. അവർ വീഴട്ടെ, അവർ വീണ് പഠിക്കട്ടെ എന്നുള്ളൊരു ഇതല്ല. എനിക്കതിലൊന്നും ടെൻഷൻ ആവില്ല. ഇപ്പൊ പിള്ളേർ എവിടെയെങ്കിലും തട്ടി വീണു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ
അവര് സാധാരണ കുട്ടികൾ വീണ് കഴിഞ്ഞ ഉടനെ കരയല്ല, അമ്മേനെ നോക്കും, തിരിഞ്ഞിരുന്ന് നോക്കും, അങ്ങനെയൊക്കെ ഇല്ലേ. എന്റെ പിള്ളേർക്ക് അറിയാം, അവർ യൂസ്ഡായി. വീണ എഴുന്നേറ്റ് പോവാ, പൊടിയും തട്ടി പോവാ, അവർ പോയി വീണ്ടും കളിച്ചോടും. അത് ചില എനിക്കൊന്ന് തങ്കക്കുൽസിന്റെ വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ അവര് ഭയങ്കര ഇതായിട്ട്. ഞാനൊക്കെ ആണെങ്കിൽ ദൈവമേ തട്ടല്ലേ മുട്ടല്ലേ ഇങ്ങനെ നോക്കി ഭയങ്കര ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ ആളാണെന്ന് തോന്നുന്നു. പക്ഷെ അത് സാന്ദ്രയിൽ ഒരു അപ്പം ഞാൻ ചോദിച്ചത് ഈ തിരക്കുകൾ ഇപ്പൊ ഈ സിനിമ ഭയങ്കര ഒരു തിരപ്പ് പറഞ്ഞില്ല, പല പല മാറി വരുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പം തങ്കക്കുൽസ് എന്താണ് പറഞ്ഞത് അമ്മ ഈ സിനിമയുടെ തിരക്കിനിടയിൽ? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി കുറച്ച് നാൾ സിനിമ ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ? ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ ഫോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാം. അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാം, ഇനി അമ്മ സിനിമ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ആടിനകത്ത് സീൻസ് അവർ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. സിനിമ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, സാന്ദ്രയുടെ സിനിമ എന്റെ സീൻ മാത്രം. അപ്പം അമ്മ അഭിനയിക്കണം. ഞാൻ പറഞ്ഞത് നോക്കട്ടെ, ഞാൻ അഭിനയിക്കാം.